So, today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂയിസൈഡ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസ്ക് എന്നുള്ളൊരു പോർഷനാണ്. ഓക്കെ, സൂയിസൈഡ് നമുക്ക് സൂയിസൈഡിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സീരിയസ് ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം. 60% ഓഫ് ദ ടോട്ടൽ സൂയിസൈഡ് റേറ്റ്സ് ഇറ്റ്സ് ഫ്രം ഏഷ്യ. നമ്മളെ സംബന്ധിച്ച് റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഏഷ്യയിലാണ് 60% ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്? ടോട്ടൽ റേഷ്യോയുടെ 60% ഏഷ്യയിൽ നിന്നാണ്. And nearly 1 million people are likely to commit suicide every year. The magnitude അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. And every 40 seconds someone dies by suicide. ഇതൊക്കെ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് പെടുന്ന കാര്യങ്ങളാണ്. And a serious impact on at least 6 or other people. അതായത് സൂയിസൈഡ് ചെയ്യുന്നവർ സൂയിസൈഡ് ചെയ്തു, മരിച്ചുപോയി. സോ ആഫ്റ്റർ ദാറ്റ് അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന, അപ്പം ഒരാളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ചിന്തയിൽ വെച്ച് നോക്കുമ്പം they are trying to escape from particular situations. Okay, അവരുടേതായ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു എമർജൻസി എക്സിറ്റ് എന്നുള്ള രീതിയിൽ സൂയിസൈഡ് ചെയ്യാം. പക്ഷേ ഈ സൂയിസൈഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളുടെ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ it is going to affect at least 6 other people. അപ്പം അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു 5-6 പേരെങ്കിലും അത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എവറി 30 സെക്കൻഡ് someone attempts to suicide. അതായത് നമ്മൾ 40 സെക്കൻഡിൽ ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എവറി 3 സെക്കൻഡ്സിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അനുസരിച്ചിട്ട് എവറി 3 സെക്കൻഡ്സിൽ ആരെങ്കിലും ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. സക്സസ്ഫുൾ ആവുന്നത് 40 സെക്കൻഡ്സിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂയിസൈഡ് ആണ് സെക്കൻഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത്. ഏത് ഗ്രൂപ്പിലാണ്? 15 to 29 ഇയർ ഓൾഡ് ആൾക്കാരിലും, അതുപോലെ തന്നെ സെക്കൻഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഫോർ ഫീമെയിൽസ് ഏജ് ടു 15 to 19 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ടീനേജ് കാലഘട്ടത്തിൽ പെൺകുട്ടികൾ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് ലീഡിംഗ് കോസ് എന്ന് പറയുന്നത് സൂയിസൈഡ് ആണ്. അതുപോലെ ഇൻ ജനറൽ പറയുകയാണെങ്കിലും 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്പാൻ എടുത്ത് നോക്കുക, മീൻസ് ആൾക്കാരുടെ ഒരു ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സൂയിസൈഡ് ആണ്. അപ്പോൾ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് 10.5 per 1 lakh population in 2016 and 13.7 and 7.5 per 1 lakh for males and females respectively. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂയിസൈഡ് റേറ്റ് കൂടുതൽ ആരിലാണ്? മെയിൽസിലാണ് വെൻ കമ്പയർഡ് ടു ഫീമെയിൽ. 13.7 ആണ് മെയിലിന്റെ അകത്ത് സൂയിസൈഡ് റേറ്റ് എങ്കിൽ ഫീമെയിലിൽ 7.5 ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കമ്മിറ്റഡ് ആയിട്ടുള്ള സൂയിസൈഡിന്റെ കാര്യമാണ് ഈ പറയുന്നത്, അതായത് മരിച്ചു സൂയിസൈഡ് ചെയ്തവരുടെ കണക്ക്. പക്ഷെ സൂയിസൈഡൽ അറ്റംപ്റ്റ് കൂടുതൽ ഫീമെയിൽസിലാണ്, പക്ഷെ സക്സസ്ഫുൾ ആവുന്നത് കൂടുതലും മെയിൽസിലാണ്. അപ്പൊ ഫീമെയിൽസ് ചിലപ്പോൾ എന്താ പറയാ, സക്സസ്ഫുൾ ആവുന്നില്ല. അവര് ചിലപ്പോൾ എന്താണ് അത്രയും ഫേറ്റൽ ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കില്ലായിരിക്കും ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഡിപ്പെൻസ്. ഓക്കെ, സോ നിയർലി 1/3 ഓഫ് ഓൾ സൂയിസൈഡ് ഒക്കർ എമംഗ് യങ് പീപ്പിൾ. അപ്പം ഒരു 1/3 ഓഫ് സൂയിസൈഡ്സ് എന്ന് പറയുന്നത് ഏത് പോപ്പുലേഷനിലാണ്? യങ് പോപ്പുലേഷനിലാണ് ഉള്ളത്. ആൻഡ് സൂയിസൈഡ് ആൻഡ് സെൽഫ് ഹാം. അപ്പം സൂയിസൈഡ് എന്ന് പറയുന്നത് ഓൾഡർ അഡോളസൻസിൽ തേർഡ് ലീഡിംഗ് കോസ് ആയിട്ട് പറയുന്നുണ്ട്, അതായത് 15 to 19 ഇയേഴ്സ് ഇൻ ജനറൽ. And it is estimated that 62,000 adolescents died in 2016 as a result of self-harm. അപ്പോൾ സെൽഫ് ഹാമിന്റെ ഭാഗമായിട്ടൊരു 62,000 ആൾക്കാർ, 62,000 കൗമാരപ്രായക്കാര് 2016 മരിക്കുന്നത് ഈ സെൽഫ് ഹാമിന്റെ ബിഹേവിയർ കൊണ്ടാണ്. Nearly 90% of world's adolescents live in a low or middle income countries, but more than 90% of adolescents suicides are among adolescents living in those countries. അപ്പം 90% of adolescents
താമസിക്കുന്നതെന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ മിഡിൽ ഇൻകം കൺട്രീസിലാണ്. പക്ഷെ 90% ഓഫ് സൂയിസൈഡ്സും ഈ ഒരു രാജ്യങ്ങളിൽ താമസിക്കുന്നവരിലാണ് കൂടുതലും സൂയിസൈഡ് റേറ്റ് കൂടുതലായിട്ട് കാണുന്നത്. And what are the risk factors? Risk factors for suicide are multifaceted, including harmful use of alcohol, abuse in childhood, stigma against help-seeking barriers, then barriers to accessing care and to access to the means. അപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാന മൾട്ടിഫേസറ്റഡ് ആണ്. നമുക്ക് ഇന്ന ഒരു പെർട്ടിക്കുലർ റീസൺ ഒന്നും പറയാൻ പറ്റില്ല, പല റീസൺസ് ഉണ്ടാവും. അതില് പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നതാണ് ഒന്ന് ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോള് വളരെ എന്താ പറയുക അപകടകരമായ രീതിയിലുള്ള ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് സൂയിസൈഡ് റിസ്ക് കൂട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അബ്യൂസസ് ഇൻ ചൈൽഡ്ഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ് ഫിസിക്കൽ, സെക്ഷൽ, സൈക്കോളജിക്കൽ അബ്യൂസിനൊക്കെ വിക്ടിംസ് ആകുന്ന ആൾക്കാരെ സംബന്ധിച്ച് സൂയിസൈഡ് റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ സ്റ്റിഗ്മ അഗെയിൻസ്റ്റ് ഹെൽപ്പ് സീക്കിംഗ്. ഇപ്പൊ നമുക്ക് മറ്റൊരാളോട് പോയി ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, മടി, അങ്ങനെയൊക്കെ ഉള്ള മടി, അല്ലെങ്കിൽ അയ്യോ ഞാൻ അവരോട് ചോദിച്ചാൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള തിങ്കിങ്. ഇതൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്കൊരു കെയർ വേണം, പക്ഷെ ആ കെയർ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് തടസ്സങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ആക്സസ് ടു മീൻസ്. ഇപ്പം ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഓക്കെ അവിടെ ഒരു ഇച്ചിരി വിഷം ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കത്തി ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കയർ ഇരിക്കുന്നു. സോ ആക്സസ് ടു ദ മീൻസ്, എന്ത് രീതിയിൽ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളതിനുള്ള, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള വഴികൾ അവർക്ക് സുലഭമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. Then communication through digital media about suicidal behavior is an emerging concern for this age group. ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കാര്യത്തിൽ ഡിജിറ്റൽ മീഡിയയിൽ സൂയിസൈഡൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ ഇടുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡാണ്. ചില സമയത്ത് ചിലരെങ്കിലും ചെയ്യാറുണ്ട് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് എന്താ വിട, അല്ലെങ്കിൽ ഗുഡ് ബൈ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മെസ്സേജുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ കുറിച്ചിടുന്നതായിട്ട് കാണാറുണ്ട്. ആൻഡ് പ്രയർ സൂയിസൈഡ് അറ്റംപ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ സൂയിസൈഡ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂട്ടുന്ന ഒരു കാര്യമാണ് പ്രയർ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിയിൽ കേസസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും നേരത്തെ സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ വി നീഡ് ടു ബി മോർ കെയർഫുൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കോഷ്യസ് ആയിരിക്കണം, സൂയിസൈഡ് അറ്റംപ്റ്റിന് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. ദെൻ ഫിക്ഷൻസ് ആൻഡ് ഫാക്ട്സ്. ഇപ്പൊ നമുക്ക് സൂയിസൈഡിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറെ ഫിക്ഷൻസും ഫാക്ട്സും ഒക്കെ ഇക്കാര്യത്തിലുണ്ട്. ചില ആൾക്കാർ പറയും പീപ്പിൾ ഹു ടോക്ക് അബൌട്ട് സൂയിസൈഡ് ഡു നോട്ട് കമ്മിറ്റ് സൂയിസൈഡ്. അതായത് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവര് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ഒരു തെറ്റായ അങ്ങനെ ഒരു ഫിക്ഷൻ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ മോസ്റ്റ് പീപ്പിൾ ഹു കിൽ ദെംസെൽവ്സ് ഹാവ് ഗിവ് ഡെഫിനറ്റ് വാർണിംഗ് സൈൻസ് ഫോർ ദെയർ ഇന്റൻഷൻ. പക്ഷെ അതിന്റെ ഒരു ആക്ച്വൽ ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതായത് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നവരുടെ ഇടയിൽ സൂയിസൈഡ് ചെയ്യാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്ട്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ പറയും, മലയാളത്തിലൊക്കെ ഒരു ചൊല്ല് പറയാറുണ്ട്, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ സൂയിസൈഡ് ചെയ്യും, ഞാൻ ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞാൽ അവൻ സൂയിസൈഡ് ചെയ്യത്തില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ഒരു കമന്റ് പറയുന്ന ഒരാളെ വി നീഡ് ടു ബി വെരി കെയർഫുൾ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ആ ആളോട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മൾ. കാരണം ഇല്ലെങ്കിൽ ആ ആള് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി, ഇങ്ങനെ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എപ്പോഴെങ്കിലും കയറി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Then second fiction is suicidal people are absolutely intent on dying. അവര് എന്താ പറയാ അബ്സല്യൂട്ട്ലി മരിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആവണമെന്നില്ല. മെജോറിറ്റി ആർ ആംബിവലന്റ്. കൃത്യമായിട്ട് ഉറപ്പൊന്നുമില്ല, മരിക്കണം എന്ന് ഉറപ്പായിട്ട് ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ ആംബിവലന്റ് നേച്ചർ ഉള്ളവരാണ്. ദെൻ സൂയിസൈഡ് ഹാപ്പൻസ് വിതൗട്ട് വാർണിംഗ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആക്ച്വലി സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ആംപിൾ ഇൻഡിക്കേഷൻസ്
സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. സൂയിസൈഡൽ നോട്ട്സ് ആയിട്ടും ഒക്കെ പലതരത്തിലുള്ള വാർണിംഗ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ്. ഇപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ പോസസീവായിട്ട് കീപ്പ് ചെയ്തിരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓൾ ഓഫ് എ സഡൻ എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ഓൺ ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ അതെല്ലാം എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. ഞാൻ മരിച്ചാൽ ഇന്നടെ നടക്കണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ദീസ് ആർ കൺസിഡർഡ് ആസ് വാർണിംഗ് സൈൻസ് ഓഫ് സൂയിസൈഡ്. ഇതൊക്കെ സൂയിസൈഡിന്റെ ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ദെൻ ഫോർത്ത് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ആഫ്റ്റർ എ ക്രൈസിസ് മീൻസ് ദാറ്റ് ദ സൂയിസൈഡ് റിസ്ക് ഈസ് ഓവർ. ഇപ്പൊ നമുക്കൊരു ക്രൈസിസ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, ആ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്തു. വൺസ് അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊരു സൂയിസൈഡ് റിസ്ക് കുറഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെയുള്ളവർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. So many suicides occur as in a period of improvement when the person has the energy and the will to turn despairing thoughts into disruptive actions. അപ്പം സൂയിസൈഡ് ഒക്കർ ചെയ്യുന്നത് പലപ്പോഴും ചില അസുഖങ്ങളിൽ നിന്നൊക്കെ വളരെ ഭേദമായി ആൾക്കാർ തിരിച്ചു വന്നതിന് ശേഷം സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ കാണാറുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൾ സൂയിസൈഡ് ക്യാൻ ബി പ്രിവെന്റഡ്. നമുക്ക് സൂയിസൈഡ് തടയാൻ പറ്റില്ല എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, മെജോറിറ്റി ഓഫ് സൂയിസൈഡ്സ് ആർ പ്രിവെന്റബിൾ. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് മെജോറിറ്റി ഓഫ് സൂയിസൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൺസ് എ പേഴ്സൺ ഈസ് സൂയിസൈഡൽ ഹി ഓർ ഷീ ഈസ് ഓൾവേസ് സൂയിസൈഡൽ. അപ്പം ഒരിക്കൽ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും സൂയിസൈഡ് ചെയ്യണം എന്നില്ല. പക്ഷേ സൂയിസൈഡൽ തോട്ട്സ് മേ റിട്ടേൺ. അത് പക്ഷെ പെർമനന്റ് ആണെന്നില്ല, വേരി ചെയ്ത് നിൽക്കാം. ചില ആൾക്കാരിൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വരാറില്ല, പക്ഷെ ചിലരിൽ ആ തോട്ട്സ് വീണ്ടും വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു സൂയിസൈഡൽ പേഴ്സൺ ഓൾവേസ് സൂയിസൈഡൽ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ സൂയിസൈഡൽ അല്ലാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ ഇത് വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് പെർമനന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ സൂയിസൈഡ് ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സ്. എന്തൊക്കെ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് സൂയിസൈഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ എവറി ആക്ട് ഓഫ് സൂയിസൈഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈക്കോളജിക്കൽ ഡിസ്ട്രസ്. തീർച്ചയായിട്ടും അവിടെ ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രസ് അവർക്ക് ഉണ്ടായിരിക്കും. ഇനി എല്ലാവർക്കും സൈക്കട്രിക് ഇൽനെസ് ആവണമെന്നില്ല. നോട്ട് എവ്രി വൺ വിൽ ഹാവ് സൈക്കട്രിക് ഇൽനെസ്. Well, a majority of people who intended to commit suicide do not see a mental health professional even in developed countries because of the stigma and ignorance. അപ്പം ഡെവലപ്ഡ് കൺട്രീസിലാണ് എങ്കിൽ പോലും ഒരു സൂയിസൈഡൽ ഇന്റൻഷൻ ഉള്ള ഒരാൾക്കാർ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ മെജോറിറ്റിയും അങ്ങനെ സീക്ക് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. And suicide attempt can be impulsive or associated with feelings of hopelessness or loneliness. അപ്പം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇമ്പൾസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ഫീലിങ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ലോൺലിനെസ്. അതായത് എനിക്ക് ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഏകാന്തത, പിന്നെ അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. ഇങ്ങനത്തെ ഫീലിങ്സും ഒക്കെ ആയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇതാണ് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ആയിരിക്കും. കുറെ പേരെ സംബന്ധിച്ച് ഇമ്പൾസീവ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞു, TV ഓഫ് ചെയ്ത് വെച്ചു. സോ ആ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ദാറ്റ് കുട്ടിക്ക് ഭയങ്കരമായിട്ട് എന്നാ പിന്നെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഇമ്പൾസിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഒരു ചിന്തിക്കാതെ എടുത്തിയാട്ടം എന്നൊക്കെ വേണേൽ പറയാം. നമ്മൾ മലയാളത്തിൽ പറയും വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ പറയും. പല കുട്ടികളും ഭീഷണിപ്പെടുത്തി മാതാപിതാക്കളെ ഇപ്പം ഭീഷണിപ്പെടുത്തിയിട്ട് ഇമ്പൾസീവ് ബിഹേവിയർ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെയധികം കാണാറുണ്ട്. Then mental disorders associated with suicide അകത്ത് all forms of depression. ഡിപ്രഷന്റെ എല്ലാ തരത്തിലുള്ള ഡിപ്രഷന്റെ ടൈപ്സിലും സൂയിസൈഡിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Then personality disorders such as antisocial, borderline personality with traits of impulsivity.
ഇപ്പം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ട്, ഒരു ട്രെയ്റ്റ്സ് ഓഫ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നതുണ്ട്. അതായത് ഈ എടുത്തുചാട്ടം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരിൽ സൂയിസൈഡിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ അഗ്രഷൻ കൂടുതലുള്ളവരിൽ, ദെൻ ഫ്രീക്വന്റ് മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ് ഒത്തിരി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും മൂഡ് മാറി മാറി നിൽക്കുന്ന ആൾക്കാർ. ദെൻ ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻ അഡോളസൻസ്, ഇതൊക്കെ സൂയിസൈഡിന് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ സ്കീസോഫ്രീനിയ ഉള്ള ആൾക്കാരിൽ സൂയിസൈഡൽ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസോർഡേഴ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മേജർ ഡിപ്രസീവ് ഡിസോർഡർ. മേജർ ഡിപ്രസീവ് ഡിസോർഡർ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് മൂഡ് മോസ്റ്റ് ഓഫ് ദ ഡേ, നിയർലി എവറി ഡേ, ആസ് ഇൻഡിക്കേറ്റഡ് ബൈ എയ്തർ സബ്ജക്റ്റീവ് റിപ്പോർട്ട് ഓർ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ അതേഴ്സ്. ഇപ്പം നമുക്കറിയാം മേജർ ഡിപ്രസീവ് ഡിസോർഡറിനൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗിവിംഗ് ദ സിംറ്റംസ് ഓൺലി. ദെൻ അപ്പൊ അവർക്ക് മോസ്റ്റ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ നിയർലി എവറി ഡേ ഒരു സബ്ജക്റ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദേ ആർ ഡിപ്രസ്ഡ്. Then markedly diminished interest or pleasure in all or almost all activities most of the day, nearly every day. അതായത് അവർക്ക് അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ താല്പര്യങ്ങൾ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ ഉണ്ടാവുക. അതുപോലെ തന്നെ അത് കൂടുതൽ കാലം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ ഇൻഡിക്കേഷൻസ് ആണ്. Then significant weight loss when no dieting or weight gain or decrease or increase in the appetite nearly every day. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവരിൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് ഭക്ഷണത്തോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. ചിലർക്ക് ഭക്ഷണത്തോട് അപ്പറ്റൈറ്റ് കൂടുതലായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ഗെയിനും ഉണ്ടാവാം. അപ്പൊ ഈ ഒരു ചേഞ്ച് മോർ ദാൻ 5% ഓഫ് ചേഞ്ച് ബോഡിയുടെ വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു 5% ചേഞ്ച് ഒരു മാസത്തിനുണ്ട് ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ വി നീഡ് ടു ഡൗട്ട്. ദെൻ ഇൻസോംനിയ ഓർ ഹൈപ്പോസോംനിയ നിയർലി എവറി ഡേ. ചിലർക്ക് ഉറക്കമില്ലായ്മയായിരിക്കും, ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും. അപ്പം സ്ട്രെസ് വരാണെങ്കിലും നമുക്ക് ഇൻസോംനിയ, ചിലരെ സംബന്ധിച്ച് ഇൻസോംനിയ ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് ഹൈപ്പോസോംനിയ ആയിരിക്കും. ദെൻ സൈക്കോമോട്ടോർ അജിറ്റേഷൻ ആൻഡ് റിട്ടാർഡേഷൻ നിയർലി എവറി ഡേ. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒരിടത്ത് തന്നെ ചടഞ്ഞു കൂടി ഇരിക്കുക, വേണ്ട റുട്ടീൻ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ മടി കാണിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ചിലരെ സംബന്ധിച്ച് സൈക്കോമോട്ടോർ അജിറ്റേഷൻ ഉണ്ടാവാറുണ്ട്, അതായത് അവർക്കൊരു ചെറിയ റെസ്റ്റ്ലെസ്നെസ് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ കാണാറുണ്ട്. Then fatigue or loss of energy nearly every day. അപ്പം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ക്ഷീണം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഊർജ്ജമില്ല, എനർജി ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ എന്തിന്റെ സിംറ്റംസ് ആണ്? ഇങ്ങനെയുള്ള മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ സിംറ്റംസിൽ വിടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂയിസൈഡൽ ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. Then feelings of worthlessness or excessive or inappropriate guilt nearly every day. അതായത് വർത്ത്ലെസ്നെസ്, അതായത് എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും, ഞാൻ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എൻ്റെത്, അല്ലെങ്കിൽ എക്സസീവ് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഗിൽറ്റ്, അത് എൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായ തെറ്റാണ്, എന്ത് കാര്യത്തിനും നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നു ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. Then diminished ability to think or concentrate or indecisiveness nearly every day. ഇപ്പം നമുക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. Then recurrent thoughts of death, recurrent suicidal ideation without a specific plan or a suicide attempt or a specific plan for committing suicide. അപ്പൊ ചിലരെ സംബന്ധിച്ച് വളരെ റിക്കറന്റ് ആയിട്ട് സൂയിസൈഡൽ തോട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, മരിക്കണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഡെത്തിനെ കുറിച്ച്, മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാറുണ്ട്. റെക്കറന്റ് ആയിട്ടുള്ള സൂയിസൈഡൽ ഐഡിയേഷൻസ്, ഒരു സ്പെസിഫിക് പ്ലാൻ ഒന്നുമില്ല, പക്ഷേ എനിക്ക് മരിക്കണം എന്ന് പറയുന്ന ഒരു രീതി. ദെൻ സൂയിസൈഡ് അറ്റംപ്റ്റ്, ശ്രമം നടത്താറുണ്ട്. ദെൻ ചിലരെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞു സൂയിസൈഡ് പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. റെക്കറന്റ് സൂയിസൈഡൽ ഐഡിയേഷൻ വിത്തൗട്ട് എ സൂയിസൈഡ് സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. എന്നാൽ ചില കേസിൽ സ്പെസിഫിക് പ്ലാൻ ഫോർ കമ്മിറ്റിംഗ് സൂയിസൈഡും ഉണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ചിലത് കണ്ടിട്ടുണ്ട്.
അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് തെറ്റിദ്ധരിപ്പിച്ച് സൂയിസൈഡ് നടത്തിയ കേസുകളൊക്കെ ഉണ്ട്. Then next, mental illnesses, mental health issues associated with suicide എന്ന് പറയുന്നത് alcoholism ആണ്. 1/3 of the cases of suicide are found to have using alcohol. അപ്പം 1/3, ഒരു 1/3 സൂയിസൈഡ്സിലും ആൽക്കഹോൾ കൺസംഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. Then 10-15% of people are dependent on alcohol end their life by suicide. അതായത് ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു 5-10% ആൾക്കാരിലും സൂയിസൈഡ്, അതായത് അവര് സൂയിസൈഡിലാണ് അവരുടെ ലൈഫ് മിക്കവാറും ഒക്കെ എൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, then at the time of suicidal act, many are found to have influence of alcohol. അതുപോലെ സൂയിസൈഡ് ചെയ്യുന്ന ആ സമയത്ത് പലരും മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും സൂയിസൈഡ് ചെയ്യുന്നത്. അതായത് ആ സമയത്ത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. Then characteristically, people with alcohol problems who commit suicide are likely to have started drinking at very young age. വളരെ നേരത്തെ തന്നെ ആൽക്കഹോൾ കൺസംഷൻ തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ ദീർഘകാലം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരായിരിക്കാം. അതുപോലെ മീൻസ് ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡ്രിങ്കിങ് ഒന്നുമല്ല, വളരെ ഹെവി ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷൻ ആയിരിക്കാം. ആൻഡ് അവർക്ക് വളരെ മോശമായ ഹെൽത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫിസിക്കൽ ഹെൽത്ത് വളരെ മോശമായിരിക്കും. വളരെയധികം അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൻഡ് ഫീൽ ഡിപ്രസ്ഡ്, വളരെയധികം വിഷാദം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടു ഹാവ് ഡിസ്റ്റർബ്ഡ് ഓർ കയോട്ടിക് പേഴ്സണൽ ലൈഫ്സ്, അവരുടെ പേഴ്സണൽ ലൈഫ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ എപ്പോഴും വഴക്കുകളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ള ആൾക്കാരായിരിക്കാം. And to have suffered a recent major interpersonal loss such as separation from spouse or a family, divorce or bereavement. ഇപ്പം റീസെന്റ് ആയിട്ട് ആ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇന്റർപേഴ്സണൽ ലോസ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. മേ ബി ചിലപ്പം സ്പൗസ് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കാം, ഡിവോഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലിയായിട്ട് പിരിഞ്ഞ് താമസിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ആരുടെങ്കിലും മരണം, ഇങ്ങനെയൊക്കെ ഉള്ള കേസുകൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആൽക്കഹോളിക്സിന്റെ ഇടയിൽ ഈ ഒരു രീതിയിലുള്ള ആൾക്കാരിൽ സൂയിസൈഡൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. Then socio-demographic and environmental risk factors. Socio-demographic and environmental risk factors നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സെക്സ് നോക്കുകയാണെങ്കിൽ മെയിൽസ് ആണ് കൂടുതൽ സൂയിസൈഡ്സ് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റംപ്റ്റ് കൂടുതൽ നടത്തുന്നത് ഫീമെയിൽസ് ആയിരിക്കും, മെയിൽസിനേക്കാൾ കൂടുതൽ. അപ്പം സക്സസ്ഫുൾ ആയിട്ട് സൂയിസൈഡ് നടക്കുന്നത് കൂടുതലും ആണുങ്ങളിലായിരിക്കും, പക്ഷേ സൂയിസൈഡ് ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നത് സ്ത്രീകളായിരിക്കും. ആൻഡ് റിഗാർഡിംഗ് ദ ഏജ്, യങ് ഏജ് 15 to 35 ഇയേഴ്സിലും അതുപോലെ തന്നെ എൽഡർലി ഓവർ 75 ഇയേഴ്സിലും സൂയിസൈഡിനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ദെൻ സോഷ്യോ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിൽ മെറൈറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, വിഡോഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, സിംഗിൾ പേഴ്സണിൽ, സിംഗിൾ പീപ്പിൾ, ഇങ്ങനെയുള്ളവരൊക്കെ മാരിഡ് ആയിട്ടുള്ള, സക്സസ്ഫുള്ളി മാരിഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവരിൽ സൂയിസൈഡ് റേറ്റ് കൂടുതലായിരിക്കും. Those who live alone or are separated are more vulnerable. അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വേർപിരിഞ്ഞ് താമസിക്കുന്നവർ, വിവാഹബന്ധം വേർപെടുത്തിയിട്ടൊക്കെ താമസിക്കുന്നവർ, ഇവരിലൊക്കെ സൂയിസൈഡൽ റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. റിഗാർഡിംഗ് ദ ഓക്യുപ്പേഷൻ, ഡോക്ടേഴ്സ്, വെറ്ററിൻ, ദെൻ ഫാർമസിസ്റ്റ്, കെമിസ്റ്റ്, ഫാർമേഴ്സ് ആർ ഹയർ ദാൻ ആവറേജ് സൂയിസൈഡ് റേറ്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് സൂയിസൈഡ് റേറ്റ് സാധാരണ കവിഞ്ഞ് കൂടുതലായിരിക്കും. കാരണം അവരൊക്കെ എപ്പോഴും ഭയങ്കര സ്ട്രെസ്സിൽ ജീവിക്കുന്നവരായിരിക്കും. ഒരു ഫാർമേഴ്സിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, കേരളത്തിലൊക്കെ ഒത്തിരി കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് അവർക്ക് ഒരു ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൃഷി നശിച്ചു പോകുന്നു, അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമായിരിക്കും. അതുപോലെ ഡോക്ടേഴ്സ്, ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു ഡോക്ടർ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു, ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് തന്നെ സൂയിസൈഡ് ചെയ്തു. സോ അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ചില ഓക്യുപ്പേഷനിലുള്ളവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ എന്ന് വെച്ചാൽ ആ ഓക്യുപ്പേഷനുള്ള എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് ചിലപ്പോൾ സ്ട്രെസ് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ,
ദെൻ റിഗാർഡിങ് അൺഎംപ്ലോയ്മെന്റ്, ഇപ്പൊ ചില ജോലിക്ക് പ്രശ്നമാണ്, ഇനി ജോലി ഇല്ലായ്മയും ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, unemployed, so loss of a job rather than the status of unemployed person. ഇപ്പൊ ജോലി കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും ഉണ്ടായിരുന്ന ജോലി പോയി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. Then regarding the migration, people who have moved from rural to urban area or to different region or country are more vulnerable to suicidal behavior. കാരണം അവരായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് they moved to another place. അപ്പൊ അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി, ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ ഒത്തിരി പാടുണ്ടാവും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സിറ്റുവേഷൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അവിടെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ് നമുക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഉദ്ദേശിച്ച രീതിയിൽ പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾ സ്റ്റുഡൻസ് വിസയിലൊക്കെ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ മൈഗ്രന്റ് പോപ്പുലേഷനിൽ സൂയിസൈഡ് കൂടുതലായിരിക്കും. And life stressors. Majority of those who commit suicide have experienced a number of stressful life events in the 3 months prior to the suicide. അപ്പോൾ അവര് സൂയിസൈഡ് ചെയ്യുന്നതിന് ഒരു 3 മാസം മുമ്പ് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫ് സ്ട്രെസ്സേഴ്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്, ഫാമിലിയിൽ സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ വളരെ അധികം വഴക്കുണ്ടാവുക, ഫാമിലിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക, ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചീറ്റ് ചെയ്തിട്ട് പോകുന്ന അവസ്ഥ, ലവേഴ്സ് ഇപ്പൊ നമ്മൾ പറയില്ലേ തേച്ചിട്ട് പോയി അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. Okay, so that is life stress. Then rejection, separation from a family and friends. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരെ നമ്മളെ റിജക്ട് ചെയ്തു, അത് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ദെൻ ലോസ് ഇവന്റ്സ്, ഫിനാൻഷ്യൽ ലോസ്, ബിറീവ്മെന്റ്, ഒത്തിരി കടം കയറിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാറുണ്ട്. ദെൻ വർക്ക് ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇപ്പം ജോലി നഷ്ടപ്പെടുക, ചിലരെ സംബന്ധിച്ച് റിട്ടയർമെന്റ്, അതുവരെ വളരെ പ്രതാപമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഓഫ് എ സഡൻ അവരുടെ എൻറ്റയർ റുട്ടീൻ മാറി. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ റിട്ടയർമെന്റിനെ തുടർന്നിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ തുടർന്ന് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, കടം കയറുക, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അതുവരെ വളരെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് അവരുടെ ബിസിനസ് ഡള്ളായി, ബിസിനസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, സോ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു. അങ്ങനെയുള്ളവരിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. Then changes in society, rapid political or economic changes, ഇതൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും എന്തുണ്ടാവും, സൂയിസൈഡിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്താ പറയാ ചില കേസിലൊക്കെ സൂയിസൈഡ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അസുഖം വന്നു, സ്പൗസിന് അസുഖം വന്നപ്പോഴേ തന്നെ ഇനി ഞാൻ ഒറ്റയ്ക്കാകും, സ്പൗസ് മരിച്ചൊന്നുമില്ല, പക്ഷെ അതിന് മുമ്പേ കയറി എന്താ പറയാ ജീവിത പങ്കാളി കയറി സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. Then various other stressors such as shame or threat of being found guilty. ഇപ്പം ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തു, അങ്ങനെയുള്ള ഭീഷണി, അപ്പം നീയാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഒക്കെ ഇതൊക്കെ ലൈഫ് സ്ട്രെസ്സേഴ്സ് ആയിട്ട് മാറാറുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ലൈഫ് സ്ട്രെസ്സേഴ്സ് ഒരു 3 monthsന് മുമ്പ് തൊട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ സൂയിസൈഡിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് സൂയിസൈഡ് ചെയ്തവരിൽ നടത്തിയ സ്റ്റഡി നോക്കുമ്പോൾ 3 മാസത്തിന് മുമ്പ് തൊട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then easy availability, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, immediate availability of the methods to commit suicide. നമുക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള മാർഗം വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് സൂയിസൈഡിലേക്ക് നമ്മളെ നയിക്കാൻ വളരെ സാധ്യതകളുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ പോയിട്ട് കടയിൽ മീൻസ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് ചോദിച്ചാൽ അവർ തരില്ല, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തരുള്ളൂ ഇൻ ഓർഡർ ടു റെഡ്യൂസ് സൂയിസൈഡ്. അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള മറ്റു മാർഗങ്ങൾ, ഇപ്പം വെപ്പൺസ് അല്ലെങ്കിൽ ഗൺ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കയറ്, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഈസി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ
പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Then exposure to suicide. A small portion of suicide consists of a vulnerable adolescent. A small portion of suicide consists of vulnerable adolescents who are exposed to suicide in real life or through the media or may be influenced to engage in suicidal behavior. അപ്പം സൂയിസൈഡിനോട് ഇപ്പം നമ്മൾ മീഡിയയിൽ കുറേ പ്രാവശ്യം സൂയിസൈഡിനെ കുറിച്ച് കണ്ടു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പം ഈ വൾണറബിലിറ്റി ഉള്ള ആൾക്കാർ എന്നാ പോയി ചെയ്തേക്കാം എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് സൂയിസൈഡിനോട് വൾണറബിലിറ്റി ഉള്ള അഡോളസൻസ് ആയിരിക്കാം, പക്ഷെ അവർക്ക് എവിടെന്നെങ്കിലും മീഡിയയിലൊക്കെ ഒരു സൂയിസൈഡിനെ പറ്റിയിട്ട് ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള സൂയിസൈഡ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ആൾ ഇന്ന രീതിയിലും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നാ പിന്നെ നമുക്ക് അതൊന്ന് പരീക്ഷിച്ചാലോ, ഞാനൊന്ന് പരീക്ഷിച്ചാലോ എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് എക്സ്പോഷർ ടു സൂയിസൈഡ്. Then the state of mind of suicidal persons. Suicidal personന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആംബിവലൻസ് ഉണ്ടാവാം. Most people are have mixed feeling about committing suicide. The wish to live and the wish to die wage a seesaw battle in suicidal individual. ഒരു ഇങ്ങനെ സീസോ അറിയാലോ, കുട്ടികൾ കളിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം ഒരാൾ പൊങ്ങും, അടുത്താൾ താഴും. അപ്പം സോ ആ ഒരു സീസോ പോലെ തന്നെ ജീവിക്കണം മരിക്കണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. There is an urge to get away from the pain of living and an undercurrent of desire to live. അപ്പം നമ്മൾ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒളിച്ചോടണം എന്നൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായ പെയിനിൽ നിന്ന് നമുക്ക് ഒളിച്ചോടണം എന്ന് നമുക്ക് തോന്നും, പക്ഷേ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് താനും. അതാണ് ഒരു ആംബിവലന്റ് നേച്ചർ എന്ന് പറയുന്നത്. Many suicidal persons do not really want to die. It is just they are unhappy with life. If support is given and the wish to live is increased, the suicidal risk is decreased. ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരിൽ പലർക്കും അവർക്ക് റിയലി മരിക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല. they do not really want to die. പക്ഷേ they are unhappy with their life. അവരുടെ ജീവിതത്തെ കുറിച്ച് ഭയങ്കര അൺഹാപ്പിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സൂയിസൈഡ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് ഇസ് ഇമ്പൾസിവിറ്റി. മെന്റൽ സ്റ്റേറ്റിൽ രണ്ടാമത്തേതാണ് ഇമ്പൾസിവിറ്റി. ഫസ്റ്റ് വൺ ആംബിവലൻസ് ആയിരുന്നു, സെക്കൻഡ് ഇസ് ഇമ്പൾസിവിറ്റി. സൂയിസൈഡ് നമ്മൾ ഒരു ഇമ്പൾസീവ് ആക്ട് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. Like any other impulse, the impulse to commit suicide is a transient and last for a few minutes or hours. അപ്പൊ നമുക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ഇമ്പൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്നതായിരിക്കും, ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്തുള്ളായിരിക്കും, ആൻഡ് ഈസ് യൂഷ്വലി ട്രിഗേർഡ് ബൈ നെഗറ്റീവ് ഡേ ടു ഡേ ഇവന്റ്സ്. അപ്പം ഒരു ഡിപ്രസ്ഡ് മൂഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഓൾ ഓഫ് എ സഡൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഡേ ടു ഡേ ഇവന്റ് ഉണ്ടായാൽ അത് പെട്ടെന്ന് കയറി സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടുപോകും. By diffusing such crisis and by playing for time, the health workers can help to reduce the suicide wish. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ക്രൈസിസ് ഓവർകം ചെയ്യാൻ, ക്രൈസിസ് സിറ്റുവേഷൻ നമ്മൾ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇമ്പൾസിവിറ്റി ഉള്ള ആൾക്കാരുടെ സൂയിസൈഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Then rigidity. When people are suicidal, their thinking, feeling and actions are constricted. ഇപ്പം നമുക്ക് സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തിങ്കിങ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും. ഓക്കെ, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, സോ ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ്, ഐ കമ്മിറ്റ് സൂയിസൈഡ്. അല്ലെങ്കിൽ എനിക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് പോയി മരിക്കും, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ആകെ ഇനി വേറെ ഒരു മാർഗ്ഗവും ഇല്ല, മരിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ എന്നൊക്കെ ഉള്ള റിജിഡ് ആയിട്ടുള്ള തിങ്കിങ്. അതുപോലെ ഫീലിങ്സിന്റെ കാര്യത്തിലും വളരെ, ഞാൻ സാഡ് ആണെങ്കിൽ ആ ഫീലിംഗ് ഇല്ല, എനിക്ക് ഹാപ്പി ആകാൻ പറ്റും എന്നുള്ള തോന്നലൊന്നുമില്ല. സോ ആക്ഷൻസ് ആർ റെസ്ട്രിക്റ്റഡ്. They constantly think about suicide and are unable to perceive other ways out of the problem. അപ്പം അവരെ സംബന്ധിച്ച് അവർ കോൺസ്റ്റന്റ്ലി സൂയിസൈഡിനെ കുറിച്ച് തിങ്ക് ചെയ്യും. അതല്ലാതെ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവർക്ക് വേറെ, അതായത് വേറൊരു ആ പ്രോബ്ലം വേറൊരു രീതി സോൾവ് ചെയ്യാം എന്നുള്ളതൊരു അങ്ങനെ ഒരു പെർസെപ്ഷൻ അവർക്കില്ല. അപ്പം അവരെപ്പോഴും ചിന്തിക്കുന്നത് എപ്പോഴും ഡ്രാസ്റ്റിക് ആയിട്ടായിരിക്കും. ഇതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നാ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്നാ പിന്നെ മരിച്ചേക്കാം. സോ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളിലേക്ക് പോകും. Then how can you identify the risk? ഫീലിങ്സ്, തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ
അവരുടെ ഫീലിങ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഈ താഴെ പറയുന്ന ഫീലിങ്സും തോട്ട്സും ഒക്കെ ഒരു ഇൻഡിവിജ്വല് എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഫീലിങ്സിൽ സാഡ്, ഡിപ്രസ്ഡ്, ലോൺലി, ഭയങ്കര ഏകാന്തത, എന്നെ ഭയങ്കര ഒറ്റപ്പെടലാണ്, ഹെൽപ്ലെസ്, ദെൻ ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉള്ളവരാണെങ്കിൽ സൂയിസൈഡ് റിസ്കിലാണ്. സോ വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദം. Then regarding the thoughts, I wish I were dead. I can't do anything. I can't take it anymore. I'm a loser or a burden. Others will be happier without me. ഞാനില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും, അപ്പൊ പിന്നെ ഞാനിങ്ങ് മരിക്കുന്നില്ലേ നല്ലത് എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പരാജയമാണ്, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്, അല്ലെങ്കിൽ എനിക്ക് ഐ കാൺ ടേക്ക് ഇറ്റ് എനിമോർ, എന്നെ സംബന്ധിച്ച് ഇനി ഇത് കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആ റിസ്കുകൾ നമുക്ക് ഐഡന്റിഫൈ, അതായത് ഇത് ഒരു റിസ്ക് ഐഡന്റിഫിക്കേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫീലിങ്സും തോട്ട്സും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൗ ടു ഐഡന്റിഫൈ എ സൂയിസൈഡൽ പേഴ്സൺ, നമുക്ക് എങ്ങനെ സൂയിസൈഡൽ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ സൂയിസൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു, ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടു. സോ ഇനി നമുക്ക് എങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ വിത്ഡ്രോൺ ബിഹേവിയർ ഉണ്ടെങ്കിൽ, ഇനബിലിറ്റി ടു റിലേറ്റ് ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാ കാര്യത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരവസ്ഥ, ആരുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. ദെൻ സൈക്കാട്രിക് ഇൽനസ് ഉണ്ടെങ്കിൽ, ദെൻ ആൽക്കഹോളിസം, anxiety or panic, change in personality showing irritability, pessimism, depression or apathy, change in eating or sleeping habit, earlier suicide attempt, then self-hatred, feeling guilty, worthless, ashamed. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ സൂയിസൈഡ് നടത്താനുള്ള അല്ലെ അങ്ങനെയുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉൾവലിഞ്ഞ പ്രകൃതം, ആരുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ ഉണ്ടായിരിക്കുക, അതുപോലെ ആൽക്കഹോളിസം, മദ്യപാനത്തിന് അടിമയായിരിക്കുക, അതുപോലെ ഉത്കണ്ഠ, പാനിക് ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കുക, ദെൻ നമ്മുടെ വ്യക്തിത്വത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരെ, പ്രത്യേകിച്ച് ഇറിറ്റബിലിറ്റി, നിസ്സാര കാര്യത്തിന് വരെ ദേഷ്യപ്പെടുന്നു, ഇറിറ്റബിൾ ആകുന്നു, ദെൻ പെസിമിസം, എല്ലാത്തിനെ കുറിച്ചും ഒരു നെഗറ്റീവ് ചിന്തകൾ മാത്രം ഉണ്ടാവുക, ഡിപ്രഷൻ, വിഷാദം, എപ്പതി, അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ചിലരെ സംബന്ധിച്ച് ഒട്ടും ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലരെ എക്സസീവ് ആയിട്ട് കഴിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ദെൻ സ്ലീപ്പിംഗ് ഹാബിറ്റ്, ചിലർക്ക് ഉറക്കവേ ഇല്ല, ചിലർക്ക് എപ്പോഴും ഉറക്കം, ഇങ്ങനെയുള്ള സ്ലീപ്പിംഗ് ഹാബിറ്റിലെ ചേഞ്ചസ്. അതുപോലെ തന്നെ നേരത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അവനവനോട് തന്നെ ഒരു വെറുപ്പ്, അതുപോലെ തന്നെ എപ്പോഴും കുറ്റബോധം, ഞാൻ ഭയങ്കര ഒരു വലിയ തെറ്റാണ് ഞാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതിന് എൻ്റെ ലൈഫിന് ഒരു അർത്ഥവും ഇല്ല, എനിക്ക് നാണം കെട്ടി ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി സൂയിസൈഡൽ പേഴ്സൺ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മേജർ ലോസ്, ഡെത്ത്, ഡിവോഴ്സ്, സെപ്പറേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ്, വീട്ടിൽ ആരെങ്കിലും നേരത്തെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ സഡൻ ഡിസയർ ടു ടൈഡ് അപ്പ് പേഴ്സണൽ അഫെയർസ്, റൈറ്റിംഗ് എ വിൽ, എക്സെട്ര. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും അലങ്കോലപ്പെട്ട് കിടന്ന എല്ലാ അടുക്കും ചിട്ടയായിട്ടൊക്കെ അടുക്കി പെറുക്കി എല്ലാം വെച്ചു. അവനവന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വിൽപത്രമൊക്കെ എഴുതി വെച്ചു, അല്ലെങ്കിൽ വളരെ വളരെ വാല്യുബിൾ ആയിട്ട് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് പങ്കുവെച്ചു കൊടുത്തു. ഇതൊക്കെ സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. Then feelings of loneliness, helplessness, hopelessness, ലോൺലി ഫീലിംഗ് ഉണ്ടാവുക, ഹെൽപ്ലെസ് ആയിരിക്കുക, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിരിക്കുക, ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല, ഞാൻ എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കത്തില്ല, അല്ലെങ്കിൽ ഹെൽപ്ലെസ്, അയ്യോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായാവസ്ഥ. ദെൻ ലോൺലിനെസ്, എനിക്ക് ഭയങ്കര ഏകാന്തതയാണ്,
ദെൻ സൂയിസൈഡ് നോട്ട്സ് എഴുതി വെക്കുക. ഇപ്പം ചിലർ പറയും ഞാൻ മരിച്ചിരുന്നെങ്കിൽ, ഇപ്പം ഒരു കവയത്രി ഉണ്ടായിരുന്നു, പക്ഷെ കവയത്രി ആയിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് തന്നെ ആക്ച്വലി അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. സോ അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ മരിച്ചത് തന്നെ ആത്മഹത്യ ചെയ്താണ്. സോ ആ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കവിതകളൊക്കെ എടുത്തു വായിക്കുമ്പോൾ അതിൽ മുഴുവൻ മരണത്തെ കുറിച്ചിട്ടാണ് എഴുതിയത്. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സൂയിസൈഡൽ നോട്ട്. ഇനി അതല്ലാതെ അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലാതെ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ അവർ സൂയിസൈഡ് നോട്ട്സ് എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മരിച്ചാൽ മതിയായിരുന്നു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ എഴുതി വെക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ വി ക്യാൻ ഇന്റർപ്രറ്റ് ഇറ്റ് ആസ് സൂയിസൈഡൽ നോട്ട്സ്. ദെൻ ഫിസിക്കൽ ഇൽനെസ്, വളരെ ക്രോണിക് ആയിട്ടുള്ള ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ, ചിലരെ സംബന്ധിച്ച് ക്യാൻസർ ആണ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ക്രോണിക് അല്ലെങ്കിൽ ഫാമിലിക്ക് ബേർഡൻ ആകും എന്ന് കരുതിയിട്ടൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ റിപ്പീറ്റഡ് മെൻഷൻ ഓഫ് ഡെത്ത് ഓർ സൂയിസൈഡ്, ഇപ്പൊ എപ്പോഴും ഈ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ പറയുന്ന ആൾക്കാരിലാണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും. ഇനി റിസ്ക് നമുക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, കറന്റ് മെന്റൽ സ്റ്റേറ്റ് ആൻഡ് തോട്ട്സ് അബൌട്ട് ഡെത്ത് ആൻഡ് സൂയിസൈഡ് നമുക്ക് അസസ് ചെയ്യാനുള്ള മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ വഴി. ദെൻ ഒരു കറന്റ് സൂയിസൈഡ് പ്ലാൻ ഉണ്ടെങ്കിൽ ഹൗ പ്രിപ്പയർഡ് ദ പേഴ്സൺ ഈസ്. ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചിലർ വളരെ പ്രിപ്പയർഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാം. ഹൗ സൂൺ ദ ആക്ട് ഈസ് ടു ബി ഡൺ, എത്ര എളുപ്പം നടത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ദെൻ പേഴ്സൺ സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് സിസ്റ്റവുമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ, അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് ഇങ്ങനെയുള്ളവരുമായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ സൂയിസൈഡൽ റിസ്ക് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം, is it not easy to ask a person about his or her suicide? ഇപ്പൊ നിങ്ങൾക്ക് നേരെ ചെന്നിട്ടോ അയ്യോ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. വി cannot directly ask such questions. അപ്പം നമുക്ക് കുറച്ച് ആ ടോപ്പിക്കിലേക്ക് ഗ്രാജുവലി ലീഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, ഡു യു ഫീൽ സാഡ്, നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ സങ്കടം തോന്നാറുണ്ടോ? ഡു യു ഫീൽ ദാറ്റ് നോ വൺ കെയർസ് അബൌട്ട് യു, നിങ്ങൾ ആരും കെയർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നാറുണ്ടോ? ഡു യു ഫീൽ ദാറ്റ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്? ദെൻ ഡു യു ഫീൽ ലൈക്ക് കമ്മിറ്റിംഗ്, ഒരു ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെയുള്ള തോന്നൽ വരാറുണ്ടോ? ഇങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒഴുത്തടിച്ച പോലെ ചോദിക്കാൻ പറ്റില്ല. ഇനി എപ്പോ ചോദിക്കണം? when that person has the feeling of being understood. അപ്പൊ നമുക്ക് ഓക്കെ മനസ്സിലാക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. when the person is comfortable talking about his or her feelings, അവരുടെ ഫീലിങ്സ് പറയാൻ ഒരു കംഫർട്ടബിൾ ഉണ്ട്, അവരുടെ ഉള്ളിലെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ വികാരവിചാരങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാനുള്ള ഒരു കംഫർട്ട് തോന്നുന്ന ഒരു സമയത്ത് we can ask. അതുപോലെ തന്നെ when people is talking about negative feelings of loneliness, helplessness, ഇപ്പം അവർ പറയാം എനിക്ക് ഭയങ്കര ഏകാന്തതയാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി what to ask to find out whether the person has a definite plan to commit suicide. Have you made any plan to end your life? ഇതൊക്കെ നമ്മൾ ഗ്രാജുവലി ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ഹൗ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്? അപ്പം സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് റിവീൽ ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പേഴ്സൺ ഹാസ് എനി മീൻസ്, എന്തെങ്കിലും പെർട്ടിക്കുലർ മെത്തേഡ്സ് ഒക്കെ ഉണ്ടോ. അപ്പം ഉറക്ക ഗുളിയൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഗൺ, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ്, ദെൻ അതർ മീൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് എത്രത്തോളം നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പേഴ്സൺ ഹാസ് ഫിക്സ്ഡ് എ ടൈം ഫ്രെയിം. ഇപ്പൊ ചിലര് വളരെ കൃത്യമായിട്ട് ടൈം ഫ്രെയിം ഒക്കെ ഫിക്സ് ചെയ്തിട്ട് എൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്കുണ്ട്. അപ്പൊ അപ്പൊ ഈ സൂയിസൈഡൽ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. എപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി സൂയിസൈഡ് ഇസ് പ്രിവെന്റബിൾ. ഓക്കെ.